നമസ്കാരം സാർ. നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി എല്ലാ വർഷത്തെ പോലെ തന്നെ പൂരം നല്ല രീതിയിൽ നടക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കേന്ദ്രം ചെയ്തു തരണമെന്നുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സാർ ഇപ്പോഴത്തെ ഈ വട്ടത്തെ തൃശ്ശൂർ പൂരം കലങ്ങുമോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ഒരുപക്ഷെ നമ്മുടെ ആളുകൾക്കിടയിൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലെങ്കിലും പുതിയ ചില നിയമത്തിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഇത്തവണ പൂരം കലങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് ചില പ്രധാന പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് പറഞ്ഞാല് ഈ ആനിമൽ വെൽഫെയർ കൺസേൺ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കറിയാം. ഈ മൃഗസ്നേഹികളും വളരെ ശക്തരായി നിൽക്കുന്ന പൂരപ്രേമികളെ പോലെ തന്നെ മൃഗസ്നേഹികളും വളരെ ശക്തരായ ഒരു ലോബിയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ പൂരപ്രേമികളെക്കാൾ ശക്തരാണ് അവർ എന്നുള്ളതാണ് അതിന്റെ സത്യം. ഈ കേന്ദ്ര നിയമപ്രകാരം ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ആനകൾക്ക് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഒഫീഷ്യൽ ഉടമസ്ഥാവകാശ രേഖ, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതും നിർബന്ധമാണ്. മാത്രമല്ല, ആനകളെ കടുത്ത ചൂടിലും ശബ്ദത്തിലും അടുത്തോട്ട് കൊണ്ടുവരരുതെന്ന് കേരള ഹൈക്കോടതി അതായത് ചില നിർദ്ദേശങ്ങൾ കേരള ഹൈക്കോടതി വെച്ചിരുന്നു. അത് എന്തായാലും സുപ്രീം കോടതി തൽക്കാലം സ്റ്റേ ചെയ്തിരിക്കുന്നതുകൊണ്ട് തൽക്കാലം അതിനൊരു പരിഹാരം ഉണ്ടെന്ന് പറയാം. പക്ഷേ സുപ്രീം കോടതിയുടെ സ്റ്റേ അടുത്ത പൂരം നടക്കുന്ന എനിക്ക് തോന്നുന്നു മെയ് 2025 മെയ്യോടുകൂടിയാണ് പൂരം വരിക എന്നാണ് എന്റെ ഒരു ഓർമ്മ. എന്തായാലും അപ്പോഴത്തേക്ക് ആ സ്റ്റേ മാറിപ്പോയാൽ പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ട് അതൊരു ശാശ്വതമായ പരിഹാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ 50ഓളം ആനകളെ തൃശ്ശൂർ പൂരത്തിന് 50ഓളം ആനകളാണ് വരിക. വലിയ ചെണ്ടമേളം, കോലാഹലം, വെടിക്കെട്ട് ഇതിന്റെയൊക്കെ ഇടയിലോട്ട് കൊണ്ടുവരുമ്പം ഈ നിയമത്തിന് ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ഘോഷയാത്രകൾക്കും ഈവന്റുകൾക്കും ഫെസ്റ്റിവൽ എന്നാണ് പറയാമോ എന്നറിയൂടാ. പക്ഷെ എന്നാലും ഇതിനൊക്കെ ഒരു കേന്ദ്ര നിയമങ്ങൾ വളരെ ശക്തമായി വരുന്നുണ്ട്. അത് ഓരോ വർഷവും ശക്തമാക്കി കൊണ്ടുവരികയാണ്. അങ്ങനെ വരുമ്പം അതിന് തടസ്സം നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട്. പലപ്പോഴും ഈ എന്തെങ്കിലുമൊക്കെ എക്സെപ്ഷൻസ് ഓരോ പ്രാവശ്യവും മേടിച്ചുകൊണ്ടാണ് ഇത് നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ തൽക്കാലം ഒരു സ്റ്റേ ആണ് മാത്രമാണ് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യം മറ്റൊന്നാണ്. ഒക്ടോബർ 2024 എക്സ്പ്ലോസീവ് ആക്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? പടക്കങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം, അതിനെ മാഗസീൻ എന്നാണ് പറയുക. പടക്കങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഒക്ടോബർ 2024 വന്ന ആക്ടിൽ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കാഴ്ചക്കാർ, സ്പെക്ടേറ്റേഴ്സ്, അത് കാണാൻ നിൽക്കുന്നവർ വെടിക്കെട്ട് നടക്കുന്ന ഭാഗത്തു നിന്ന് 200 മീറ്റർ അകലെയാണോ എന്ന് ഈ നിയമം പറയുന്നു. ഇതിനകത്തുള്ള ഒരു പ്രായോഗികമായ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന വടക്കുന്നാഥൻ ക്ഷേത്ര മൈതാനത്ത് ഇങ്ങനെ ഒരു നിയമ ദൂരപരിധി പാലിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. വളരെ ജനസാന്ദ്രമായ പ്രദേശമാണ്. അതുകൊണ്ട് ഈ അകലം പാലിക്കാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഏറ്റവും വലിയ തടസ്സമായിട്ട് ഈ പൂരത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ വെടിക്കെട്ടാണ്. ആ വെടിക്കെട്ട് ഈ ദൂരപരിധി അനുസരിച്ചുകൊണ്ട് ഇത് കഴിഞ്ഞ പൂരം നടന്നതിന് ശേഷമാണ് വന്നിരിക്കുന്നതെന്ന് പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. ഇതാണ് അതിനകത്ത് ഏറ്റവും വലിയ അടുത്ത പ്രശ്നം. രണ്ട്, ഈ നമ്മുടെ പുതിയ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പ്രകാരം NDMA എന്ന് പറയും, NDMA, അതിന് പ്രകാരം ക്രൗഡ് കൺട്രോളിനും പബ്ലിക് സേഫ്റ്റിക്കും ഒക്കെ വലിയ റെസ്ട്രിക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ കുംഭമേള നടന്ന സ്ഥലത്ത് ഒരു സ്റ്റാമ്പേഡ്, അതായത് ഒരു സ്റ്റാമ്പേഡ് എന്ന് പറയില്ല, നമ്മള് ഈ പുറത്ത് ആളുകൾ വീണ് കൂടുന്ന പ്രശ്നം ഉണ്ടാകുന്ന വീഴ്ച, അത് വന്നതിന് ശേഷം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്തനുസരിച്ച് ഈ ആളുകൾ കൂടുന്ന സ്ഥലത്ത് ക്രൗഡ് കൺട്രോൾ, മെഡിക്കൽ ഫെസിലിറ്റി, എക്സിറ്റ് റൂട്ട്സ് ഒക്കെ ഇപ്പൊ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വരികയാണ്. ഇതില്ലാതെ ഒരു പബ്ലിക് ഈവന്റ് നടത്താൻ ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഈ പൂരത്തിന് വരുന്നത് ഇപ്പോ ഒരു 5 ലക്ഷം മുതൽ 10 ലക്ഷം പേര് വരെയാണ് ആ സ്ഥലത്ത്, വളരെ ചെറിയ ഒരു സ്ഥലത്ത് ഇടുങ്ങിക്കൂടുന്നത്. അപ്പൊ അവിടെ ഒരു സ്റ്റാമ്പേഡ് വരുന്നതിന്റെ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതിനുള്ള ഈ നേരത്തെ പറഞ്ഞ നിയന്ത്രണങ്ങൾ വേണമെന്ന് വളരെ ശക്തമായ നിയമങ്ങളുണ്ട്. ഇതുവരെയും ഒരു ഫെസ്റ്റിവലിനും ഒരു ടോട്ടൽ എക്സംഷൻ ആരും കൊടുത്തിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കുകയാണ് 2025 പൂരം പഴയതുപോലെ ഇപ്പോഴത്തെ കണ്ടീഷൻ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കാനുള്ള സാധ്യതകൾ കുറവാണ്.
എന്തെങ്കിലുമൊക്കെ ഒന്ന് ഈ ഫിസിക്കൽ നമ്മുടെ ആ വേദിയുടെ ഈ പൂരം നടക്കുന്ന വേദിയുടെ ഫിസിക്കൽ ലേ ഔട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഭൂപ്രകൃതി മാറ്റാൻ പറ്റില്ല. കാരണം അതും ഈ വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറയുന്നതും ഒരു ഹെറിറ്റേജ് സോണാണ്. അതിനെ മാറ്റാൻ സാധ്യമല്ല. അപ്പൊ അവിടെ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനുള്ള ആകെ ഒരു പരിഹാരം എന്ന് പറയുന്നത് കേന്ദ്രം ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ, റിലാക്സേഷൻ ഈ നിയമങ്ങൾക്ക് ആന എഴുന്നള്ളിപ്പിലായാലും ശരി, പടക്കത്തിന്റെ കാര്യത്തിലായാലും ശരി, കമ്പത്തിന്റെ കാര്യത്തിലുമൊക്കെ അനുവദിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാവും എന്നുള്ളതാണ്. അതാണ് ഇന്നിപ്പോ കേരള സർക്കാർ അല്ലെങ്കിൽ നിയമസഭയില് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തെഴുതി എന്ന് പറയാൻ കാരണം. ഈ കേരള സർക്കാർ ഇത് അപകടം നേരത്തെ ഈ നിയമം വന്നപ്പോൾ തന്നെ ഈ കേരള സർക്കാർ ഇതിന്റെ അപകടം തിരിച്ചറിഞ്ഞിരുന്നു. നമ്മുടെ റവന്യൂ മിനിസ്റ്റർ ആയാലും ശരി, ചീഫ് മിനിസ്റ്റർ ആയാലും ശരി, ഇത്തരം നിയമങ്ങൾ കേരളത്തിൽ പ്രായോഗികമല്ല, അപ്രായോഗികമാണ്, പൂരം നടക്കുന്നതിന് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞുവെങ്കിലും ഇതുവരെ അതിനൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനകത്ത് നമുക്ക് കേന്ദ്രത്തിനെ സമീപിച്ച് യുനെസ്കോയുടെ ഹെറിറ്റേജ് സംരക്ഷിത സ്ഥലങ്ങൾ പോലെ, ഹെറിറ്റേജ് സ്ഥലങ്ങൾ പോലെ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ആയാലും ശരി റിലാക്സേഷൻ അനുവദിച്ച് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അതിനൊപ്പം തന്നെ പടക്കത്തിനുള്ള ലൈസൻസിങ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലൈസൻസിങ്, ഈ ആനയുടെ വെറ്റിനറി ഹെൽത്ത് ചെക്കപ്പുകൾ, ഡ്രോൺ നിരീക്ഷണം, നമ്മള് സർക്കാർ പോലീസിന്റെ എബിലിറ്റിയെ കുറിച്ചും ക്രൗഡ് ബാരിയേഴ്സിനെ കുറിച്ചും ഒക്കെ കേന്ദ്രത്തിനെ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പൊ എത്ര പാരമ്പര്യ ഹെറിറ്റേജ് സങ്കല്പങ്ങളെ അനുകൂലിക്കുന്ന കേന്ദ്ര സർക്കാരായാലും ഇപ്പൊ ഒരു എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ദേശീയ സങ്കല്പമാണ്, ഒരു ഹിന്ദു ഫെസ്റ്റിവൽ അല്ല എന്ന് പറയുന്നെങ്കിൽ പോലും അതൊരു ഹിന്ദു ക്ഷേത്രവുമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ്. അപ്പൊ അതിനകത്ത് ഇവർ അങ്ങനെ ഒരു അനുകമ്പയുള്ള സർക്കാരാണെങ്കിൽ പോലും നിയമങ്ങളുടെ ചട്ടക്കൂടുകളിൽ നിന്നകത്ത് മാത്രമേ കേന്ദ്രത്തിന് ജോലി ചെയ്യാൻ സാധിക്കൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് നമ്മൾ സീരിയസ് ആയിട്ട് ഇപ്പോഴേ കൂടി ആലോചിച്ചില്ലെങ്കിൽ പൂരത്തിന് പ്രതിബന്ധം. അപ്പം ഒന്നുകിൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു സ്പെഷ്യൽ പെർമിഷൻ, ഈ ഫെസ്റ്റിവൽ സ്പെസിഫിക് പെർമിഷൻ എക്സെപ്റ്റ് റിലാക്സേഷൻ, അതായത് ആ തൃശ്ശൂർ പൂരത്തിന് മാത്രമായി ഒരു റിലാക്സേഷൻ നമുക്ക് ചോദിക്കാൻ പറ്റണം. അല്ലെങ്കിൽ സോൺ സ്പെസിഫൈഡ് ആയിട്ടുള്ള റിലാക്സേഷൻ, തൃശ്ശൂർ ആ നഗര ഏരിയയിൽ ഒരു എക്സെപ്ഷൻ ഈ ഒരു കാര്യത്തിന് കൊടുക്കണം എന്ന് നമ്മൾ, അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ബാക്കിയെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് കൊടുക്കാമെന്ന ഒരു നിർദ്ദേശം വയ്ക്കണം. അല്ലെങ്കിൽ ഈ കമ്പത്തിന്റെ ശബ്ദം കുറയ്ക്കണം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. ഇതൊക്കെയാണ് അതിന്റെ സാധ്യതകൾ. ഏതാണ് സാധ്യത എന്നുള്ളത് അത് ഈവൻ തൃശ്ശൂരുകാരോടും അമ്പലക്കാരോടും ഒക്കെ ആലോചിച്ചിട്ട് കേന്ദ്രത്തിന് പ്രസന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാന കാരണം ഇന്ത്യയിൽ ഇതുവരെ നടത്തിയിട്ടില്ലാത്ത ഈ എലിഫന്റ് മോണിറ്ററിങ്, വെയറബിൾ മോണിറ്ററിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആനയുടെ ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ, ഹൈഡ്രേഷൻ, അതായത് ജലാംശം നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത്, ആനയുടെ സ്ട്രെസ് ലെവൽ, അതിപ്പോ ഒരു എക്സ്പെരിമെന്റൽ ബേസിലാണ് ഈ സ്ട്രെസ്സിന്റെ ലെവൽ മോണിറ്ററിങ്. ബാക്കിയെല്ലാം ഇന്ന് ശ്രീലങ്ക, തായ്ലൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അതായത് ആനയെ റിയൽ ടൈം മോണിറ്ററിങ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ആനയ്ക്ക് സ്ഥാപിക്കാൻ പറ്റിയാൽ ഒരു പക്ഷേ കേന്ദ്രം അതിന്റെ റിലാക്സേഷൻ തരാനുള്ള മാർഗമുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. തൃശ്ശൂരുകാരും ഒരുപക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ, ഇത് വിദേശങ്ങളിൽ തായ്ലൻഡിലായാലും ശരി, ശ്രീലങ്കയായാലും ശരി ഇവ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഉത്സവങ്ങൾക്ക് അത് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നു. ജനങ്ങൾക്കിടയിൽ ആന വരുന്ന ഉത്സവങ്ങളിൽ ആനയുടെ ഹാർട്ട് റേറ്റിന് വളരെ പ്രസക്തിയുണ്ട്. ആന അജിറ്റേറ്റഡ് ആയി അല്ലെങ്കിൽ ആനയ്ക്ക് ഒരു ഇറിറ്റേഷൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഹാർട്ട് റേറ്റ് മാറും. അതിന്റെ ഹൈഡ്രേഷൻ, ജലബാഷ്പം, അതായത് നമ്മുടെ ജലാംശത്തിന്റെ അളവാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അതിന്റെ അകത്തുള്ള പിന്നെ ടെമ്പറേച്ചർ, ഇതൊക്കെ വേരിയേഷൻ വരും ഈ ആനയ്ക്ക് ഒരു പ്രശ്നം തുടങ്ങുന്ന സമയത്ത്. അപ്പൊ ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ, റിയൽ ടൈം മോണിറ്റർ ചെയ്യാൻ, ഓരോ ആനയുടെയും മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമാണ്. സ്ട്രെസ് മാത്രം ഒരു എക്സ്പെരിമെന്റൽ ബേസിലാണ്, അതിന്റെ സീറം കോർട്ടിസോൾ ലെവലാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അത് എക്സ്പെരിമെന്റൽ ബേസിൽ മാത്രമേ ഉള്ളൂ. അത് ബാക്കിയെല്ലാം ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ആന വിരള് തരുന്നത് ഒക്കെ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ സയന്റിഫിക് കാഴ്ചപ്പാട്. ഇനി ദീർഘകാലത്തേക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു എന്തെങ്കിലും ഈ ഫെസ്റ്റിവൽ ക്ലോസ് പോലെ ഈ എക്സ്പ്ലോസീവിന്റെ അതിനകത്ത് ഒരു എക്സെപ്ഷൻ കിട്ടുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ഗംഗാ ആരതിയുടെ കാര്യത്തിലായാലും ശരി, പല അറിയപ്പെടുന്ന 4-5 ഫെസ്റ്റിവലുകളിൽ ഒന്നിനും ഇതുവരെ എക്സെപ്ഷൻ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല എന്നുള്ളത്. കേരളത്തിലെ മാത്രമല്ല, അത് മൈസൂരിൽ നടക്കുന്ന ഇതായാലും ശരി, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്.
അതൊക്കെ ഒന്നിനും ഇതുവരെ എക്സെപ്ഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ പൂരത്തിന് ഒരു എക്സെപ്ഷൻ കിട്ടുകയാണ്, അത് ആദ്യമായിട്ടാണ് കിട്ടേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ നോയ്സ് ലെവൽ മോണിറ്ററിങ്, ക്രൗഡ് മാപ്പിംഗ്, ഇങ്ങനെ പുതിയ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ കോടതിയുടെ സഹായം തേടേണ്ടി വരും ഇതൊരു എക്സെപ്ഷൻ ആയിട്ട് കരുതണമെന്ന്. അതൊരു വലിയ അനിശ്ചിതാവസ്ഥയാണ്. പൂരത്തിന്റെയൊക്കെ പ്രിപ്പറേഷൻ പലപ്പോഴും മാസങ്ങൾ മുന്നേ തുടങ്ങുന്ന ഒന്നാണ്. അപ്പൊ ഇതേക്കുറിച്ച് സീരിയസ് ആയിട്ട് ഈ പൂരം കമ്മിറ്റിക്കാരും അവിടുത്തെ കരക്കാരും കേരള സർക്കാരും ഒക്കെ ചിന്തിക്കാൻ സമയമായി എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇന്ന് നമ്മുടെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് ഭംഗിയായിട്ട് നടത്താനുള്ള ഒരു വകുപ്പുകൾ ഉണ്ടാകാൻ, അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകാൻ വേണ്ടി കേന്ദ്രത്തിന് കത്തെഴുതിയെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ഇതേക്കുറിച്ചുള്ള ഒരു ചിന്തിക്കേണ്ട സമയമായി.